കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ കോൺഗ്രസ് തന്നെയാണ് ആ തമാശ. നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. LDFും BJPയും ഒക്കെ ചുമരെഴുത്തും പ്രചാരണവും തുടങ്ങി. എല്ലാവരും വോട്ട് പിടിക്കാനുള്ള തിരക്കിലാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ മാത്രം ഇപ്പോഴും സീറ്റിന് വേണ്ടി പരസ്പരം തല്ലുകൂടുന്ന തിരക്കിലാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്ന് അറിയാത്ത അവസ്ഥയാണ്. കണ്ണൂരിൽ കെ സുധാകരൻ ഒരു വശത്ത് എന്നെ തൊട്ടാൽ വിവരമറിയുമെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നു. മറുവശത്ത് പാർട്ടിയുടെ പുതിയ അച്ചുതണ്ട് നേതാക്കൾ അദ്ദേഹത്തെ എങ്ങനെ വെട്ടിനിരത്താമെന്ന് നോക്കി കത്രികയുമായി ഇരിക്കുകയാണ്. ഇതിനിടയിൽ പാവം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായി, എന്നിട്ടും സ്വന്തം പാർട്ടിക്കുള്ളിലെ ഈ അടി തീർക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സീറ്റ് കളി കാണുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത്. അല്ലെങ്കിലും കോൺഗ്രസിൽ ഇതിലൊക്കെ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? ഗ്രൂപ്പും തമ്മിലടിയും ഇല്ലെങ്കിൽ പിന്നെ അത് കോൺഗ്രസ് ആവില്ലല്ലോ. നമുക്ക് നോക്കാം എന്താണ് ഈ കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന്. നമുക്ക് ആദ്യം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൽ നിന്ന് തന്നെ തുടങ്ങാം. പാവം അധ്യക്ഷൻ എന്നൊക്കെ പേരുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടാൽ ഏതൊരു ശത്രുവിനും സങ്കടം തോന്നും. സാധാരണ ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കേണ്ട ആളാണ്. എന്നാൽ കോൺഗ്രസിൽ അങ്ങനെയല്ല. ഇവിടെ സണ്ണി ജോസഫ് ഒരു വശത്ത് ഹൈക്കമാൻഡ് നോമിനികൾ, മറുവശത്ത് ഗ്രൂപ്പ് മാനേജർമാർ. ഇതിനിടയിൽപ്പെട്ട് തീർത്തും നിസ്സഹായനാണ്. പുള്ളിക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ പോയിട്ട് ഒന്ന് ഉറക്കെ ശ്വാസം വിടാൻ പോലും പേടിയാണെന്ന് തോന്നുന്നു. ആരെന്ത് പറഞ്ഞാലും ശരി നോക്കാമെന്ന് പറയേണ്ടി വരുന്ന ഒരു അധ്യക്ഷൻ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം ജില്ലയായ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിക്കാനാകാത്ത അധ്യക്ഷനെ സമ്മതിക്കണം. ഈ നിസ്സഹായാവസ്ഥ കാണുമ്പോഴാണ് കോൺഗ്രസിന്റെ ഒരു ഗതികേട് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കേന്ദ്രമായ കണ്ണൂരിലേക്ക് പോകാം. അവിടെയാണ് നമ്മുടെ കെ സുധാകരൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. സുധാകരൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു നേതാവല്ല, കണ്ണൂരിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പുള്ളി വിചാരിക്കുന്നു. തന്റെ തട്ടകമായ കണ്ണൂരിൽ തന്നെ തള്ളാൻ ആരെയും സമ്മതിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സുധാകരൻ. അങ്ങേര് ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയിരിക്കുന്നത് തന്നെ ഒരു യുദ്ധത്തിന് പോകുന്ന ഭാവത്തിലാണ്. സുധാകരന്റെ നിലപാട് വ്യക്തമാണ്. KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ എനിക്ക് നിയമസഭയിലേക്ക് സീറ്റ് തരാമെന്ന് ഉറപ്പു നൽകിയിരുന്നു, അത് പാലിക്കണം. എന്നാൽ പാർട്ടിയുടെ പുതിയ അധികാര കേന്ദ്രങ്ങളായ KC വേണുഗോപാലും VD സതീശനും ചേർന്ന MP മാർ മത്സരിക്കേണ്ട എന്നൊരു പുതിയ നിയമം കൊണ്ടുവന്നു. ഇത് കേട്ടപ്പോൾ സുധാകരൻ ചുമ്മാതിരിക്കുമോ? ഇല്ല, അതൊക്കെ വേറെ ആർക്കെങ്കിലും, എനിക്ക് കണ്ണൂരിൽ തന്നെ വേണം എന്നാണ് പുള്ളിയുടെ വാശി. സുധാകരൻ നിർദ്ദേശിക്കുന്ന പേരിനെ വെട്ടി സതീശൻ സ്വന്തം നോമിനിയെ കണ്ണൂരിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നതാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. സുധാകരൻ പക്ഷം നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. കണ്ണൂരിൽ സുധാകരനെ തൊടാൻ ശ്രമിച്ചാൽ വിവരമറിയും. ഡൽഹിയിൽ ചർച്ചകൾക്കായി എത്തിയ സുധാകരൻ തനിക്ക് അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് നൽകുന്നത്. കണ്ണൂരിൽ തന്നെ തഴഞ്ഞ് മറ്റൊരു പരീക്ഷണത്തിന് മുതിർന്നാൽ അത് ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്ന് സുധാകരൻ പക്ഷം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നേതാക്കൾ ഇങ്ങനെ തമ്മിൽ തല്ലുമ്പോൾ അണികൾ ചുമ്മാതിരിക്കുമോ? അവർ അവരുടെ രീതിയിൽ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. കണ്ണൂർ, കൊട്ടിയൂർ, ചുങ്കക്കുന്ന് മുതൽ അമ്പായത്തോട് വരെ സണ്ണി ജോസഫിനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് ഈ ബോർഡുകളിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയണ്ടേ? നട്ടു നനച്ചു വളർത്തിയവനെ ഇല്ലായ്മ ചെയ്താൽ തിരിച്ചടി നേരിടേണ്ടി വരും. അതായത് കെ സുധാകരനെ വെട്ടിയാൽ സണ്ണി ജോസഫിന് വോട്ടില്ല. ഒരു പാർട്ടി അധ്യക്ഷന്റെ പ്രചാരണ ബോർഡുകൾക്ക് മുന്നിൽ തന്നെ അദ്ദേഹത്തിനെതിരെ സ്വന്തം അണികൾ ഫ്ലെക്സ് വെക്കുന്ന കാഴ്ച ഇത് കോൺഗ്രസിലല്ലാതെ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെങ്കിൽ ഇപ്പോൾ പൂരമാണ്. പേരാവൂരിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കെ സുധാകരന് സീറ്റില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ലെന്ന പ്രചാരണം നടക്കുന്നുണ്ട്. കെ സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സണ്ണി ജോസഫിന് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങരുതെന്നാണ് ആഹ്വാനം. ഈ പുകയുന്ന പ്രതിഷേധം കാണുമ്പോൾ നേതൃത്വം ശരിക്കും ഭയക്കുന്നുണ്ട്. നേരത്തെ കണ്ണൂർ DCC ഓഫീസിന് മുന്നിലും കെ സുധാകരൻ അനുകൂല ഫ്ലെക്സ് വെച്ചിരുന്നു. അണികൾ ഇങ്ങനെ തെരുവിൽ തല്ലുകൂടുമ്പോൾ നേതാക്കൾ ഡൽഹിയിൽ എയർ കണ്ടീഷൻ മുറിയിലിരുന്ന് ചർച്ച നടത്തുകയാണ്. എന്ത് രസകരമായ കാഴ്ച! ഇതിനിടയിൽ മറ്റ് ചില നേതാക്കളുടെ അവസ്ഥ കൂടി നോക്കാം. അടൂർ പ്രകാശിന്റെ കാര്യം തന്നെ എടുക്കാം. കോന്നിയിൽ മത്സരിക്കാൻ പുള്ളിക്കും വലിയ ആഗ്രഹമുണ്ട്. പുള്ളി അത് തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ സുധാകരന്റെ അത്രയും രാഷ്ട്രീയ കരുത്തില്ലാത്ത അടൂർ പ്രകാശിനെ ഒതുക്കാൻ KC VD അച്ചുതണ്ടിന് എളുപ്പമായി. അതൊക്കെ പിന്നെ നോക്കാം. ഇപ്പോൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് പുള്ളിയെ അങ്ങ് മാറ്റി നിർത്തി. ഇനി നമ്മുടെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ അവസ്ഥ നോക്കൂ. പഴയ ഗ്രൂപ്പിന്റെ തലവനായിരുന്ന ചെന്നിത്തലയ്ക്ക് പോലും ഇപ്പോൾ ഈ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്.
സ്ഥാനാർത്ഥി നിർണയത്തിൽ പൂർണ്ണമായും KCVD ഗ്രൂപ്പ് പിടിമുറുക്കിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇതിനെ മറികടക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും കഴിയില്ലെന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയതിന്റെ തെളിവാണ്. പണ്ട് ഗ്രൂപ്പ് യോഗം വിളിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്ന നേതാക്കൾ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ വാതിലിൽ മുട്ടി നിൽക്കുന്ന കാഴ്ച സങ്കടകരമാണ്, അല്ലെങ്കിൽ ചിരിപ്പിക്കുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ അവസ്ഥ. തിരഞ്ഞെടുപ്പ് ജയിച്ച് ഭരണം പിടിക്കുന്നതിനെ കുറിച്ചല്ല, സ്വന്തം പാർട്ടിയിലെ അപരനെ എങ്ങനെ വെട്ടാമെന്നതിനെ കുറിച്ചാണ് ഇവരുടെ ചിന്ത മുഴുവൻ. ഇവിടെയാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത്. സ്വന്തം പാർട്ടിക്കുള്ളിലെ സീറ്റ് തർക്കം പോലും പരിഹരിക്കാൻ കഴിയാത്ത ഇവർ ഭരണത്തിൽ വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. എപ്പോഴും ഗ്രൂപ്പ് വഴക്കും തമ്മിൽ തല്ലും, ഓരോ ഫയലിലും ഒപ്പിടാൻ ഗ്രൂപ്പ് യോഗം കൂടേണ്ടി വരും. മുഖ്യമന്ത്രി ഒരു വഴിക്ക്, അധ്യക്ഷൻ മറ്റൊരു വഴിക്ക്, ഗ്രൂപ്പ് നേതാക്കൾ വേറൊരു വഴിക്ക്. സ്വന്തം അണികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്തവർ എങ്ങനെയാണ് ജനങ്ങളെ ഭരിക്കുക? സീറ്റിന് വേണ്ടി ഇപ്പോൾ തെരുവിൽ തല്ലുന്നവർ നാളെ അധികാരത്തിന് വേണ്ടി നിയമസഭയിൽ തല്ലില്ല എന്ന് ആര് കണ്ടു? ഈ തമ്മിലടിയൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നത് ഒന്നേയുള്ളൂ, ഇവർക്ക് ഭരിക്കാനല്ല, തമ്മിൽ തല്ലാനാണ് കൂടുതൽ താല്പര്യമെന്ന്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പൂർണ്ണമായും KCVD ഗ്രൂപ്പ് പിടിമുറക്കിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇതിനെ മറികടക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും കഴിയില്ലെന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയതിന്റെ തെളിവാണ്. KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ആകട്ടെ ഹൈക്കമാൻഡ് നോമിനികൾക്കും ഗ്രൂപ്പ് മാനേജർമാർക്കും ഇടയിൽപ്പെട്ട് തീർത്തും നിസ്സഹായനാണ്. അല്ലെങ്കിലും ഇതിലൊക്കെ ഇപ്പോൾ എന്ത് പുതുമയാണുള്ളത്? കോൺഗ്രസിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ലല്ലോ. ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും ഇല്ലാത്ത ഒരു കോൺഗ്രസിനെ കുറിച്ച് ആലോചിക്കാൻ പോലും അണികൾക്ക് പേടിയാണ്. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ മതി. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് പിടിക്കുന്നതിനേക്കാൾ മുമ്പ് ഇവർ പരസ്പരം കുഴിയിൽ വെട്ടാൻ പഠിച്ചിട്ടുണ്ട്. പണ്ട് K കരുണാകരനും AK ആന്റണിയും തമ്മിലായിരുന്നെങ്കിൽ ഇന്നത് സതീശനും സുധാകരനും തമ്മിലാണെന്ന് മാത്രം. പേര് മാറി, പക്ഷേ പണി പഴയത് തന്നെ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലുവാരാൻ വേണ്ടി പ്രത്യേക സ്ക്വാഡുകൾ തന്നെ ഇവർക്കുണ്ടാവുമല്ലോ. സ്വന്തം പാർട്ടിക്കാരനെ തോൽപ്പിക്കാൻ കാണിക്കുന്ന ആ ആവേശം മറ്റൊന്നിനും കാണാറില്ല. ഒരു അധ്യക്ഷൻ വരുമ്പോൾ അദ്ദേഹത്തെ വലിച്ചു താഴെയിടാൻ 10 പേർ റെഡിയായി നിൽക്കുന്ന ഈ മഹത്വമായ ജനാധിപത്യം കോൺഗ്രസിൽ മാത്രമേ കാണാൻ കഴിയൂ. ഇത്രയും കാലമായിട്ടും ഈ രീതിക്ക് ഒരു മാറ്റവുമില്ലാത്തത് ഒരു അത്ഭുതം തന്നെയാണ്. ഇനി ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയണ്ടേ? ഈ തല്ലും ചവിട്ടുമൊക്കെ തീർക്കാൻ ഒടുവിൽ നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെ വരണമെന്നാണ് ഇവിടുത്തെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു രസമൊക്കെയുണ്ട്. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പോലും വില കൽപ്പിക്കാത്ത, സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പാടുപെടുന്ന രാഹുൽ ഗാന്ധിയാണ് ഈ കണ്ണൂരിലെ കടുവകളെയും ഗ്രൂപ്പ് മാനേജർമാരെയും മിണ്ടിപ്പിക്കാൻ വരുന്നത്. പണ്ട് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടും ഇവിടെ ആർക്കെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടാണ് ഇപ്പോൾ ഈ സീറ്റ് സർക്കസ് പരിഹരിക്കാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. സ്വന്തം പാർട്ടിക്കുള്ളിലെ ഈ കൊച്ചു പ്രശ്നങ്ങൾ പോലും തീർക്കാൻ കെലിപ്പില്ലാത്ത നേതാക്കൾക്ക് എങ്ങനെയാണ് ഒരു നാടിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുക? ഇവരൊക്കെ നാളെ ഭരണത്തിൽ വന്നാൽ ഓരോ ഫയലിലും ഒപ്പിടാൻ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് വിമാനം കയറി വരേണ്ടി വരുമോ? കഷ്ടം തന്നെ ഇവരുടെ കാര്യം. അപ്പോൾ സുഹൃത്തുക്കളെ, കോൺഗ്രസിലെ ഈ സ്ഥാനാർത്ഥി നിർണയ സർക്കസ് ഇനിയും തുടരും. തോൽക്കാൻ പോകുന്ന സീറ്റിനു വേണ്ടി ഇത്രയും ആവേശത്തോടെ തമ്മിൽ തല്ലുന്ന വേറൊരു പാർട്ടിയും ലോകത്തുണ്ടാവില്ല. K സുധാകരന്റെ വാശിയും സണ്ണി ജോസഫിന്റെ നിസ്സഹായാവസ്ഥയും KCVD ടീമിന്റെ വെട്ടിനിരത്തലും ഒക്കെ ചേർന്ന് ഒരു ഒന്നാന്തരം കോമഡി സിനിമ തന്നെയാണ് നമുക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തുന്നത്. ജയിക്കുമോ തോൽക്കുമോ എന്നതല്ല, സ്വന്തം ഗ്രൂപ്പുകാരന് സീറ്റ് കിട്ടിയോ എന്നതാണ് ഇവർക്ക് പ്രധാനം. ഈ തമ്മിലടി കണ്ട നാട്ടുകാർ ചിരിക്കുമ്പോൾ നേതാക്കൾ ഡൽഹിയിൽ എയർ കണ്ടീഷൻ മുറിയിലിരുന്ന അടുത്ത വെട്ടിനിരത്തലിന് പ്ലാനിടുകയാണ്. വോട്ട് ചോദിച്ചു വരുന്നതിനു മുമ്പ് ഇവർ ഈ അടി ഒന്ന് തീർക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.